ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പരാജയം അല്ലെങ്കിൽ തോൽവി പോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു ബിഗ് ബോസ് തമിഴ് സീസൺ 9 അവസ്ഥയും. ഈ രണ്ട് സീസണുകളും തുടങ്ങിയത് ഒരു മികച്ച രീതിയിലായിരുന്നു. മലയാളമാണെന്നുണ്ടെങ്കിൽ പുതിയ ഹൗസ്, ഒരു ബ്രഹ്മാണ്ഡ ഹൗസൊക്കെ ആയിട്ട് പുതിയ സെറ്റപ്പിൽ അടിപൊളിയായിട്ട് തുടങ്ങാൻ സാധിച്ചെങ്കിൽ പോലും കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷൻ തൊട്ട് മുന്നോട്ടങ്ങോട്ടെല്ലാം അടപടലം പൊളിഞ്ഞു. എന്നാൽ തമിഴ് ബിഗ് ബോസും ഇതുപോലെ മികച്ചൊരു ഹൗസുമായിട്ട് ഒരു ഡാർക്ക് ആംബിയൻസിൽ മികച്ചൊരു ബ്രഹ്മാണ്ഡ ഹൗസൊക്കെ ആയിട്ട് ഈ ഒരു സീസൺ 9 തുടങ്ങി നല്ല രീതിയിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകളുമായിട്ട് ആ ഒരു സീസൺ തുടങ്ങാൻ സാധിച്ചെങ്കിൽ പോലും കണ്ടസ്റ്റൻസിൻ്റെ കഴിവില്ലായ്മകൾ കൊണ്ട് വളരെ മോശമായ രീതിയിലേക്ക് ആ ഒരു സീസൺ കൊണ്ടുപോകുകയും അവസാനം വരെയും വളരെ മോശം രീതിയിൽ പ്രേക്ഷകർ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഒക്കെയാണ് സീസണെ പറ്റി ഉണ്ടായിരുന്നത്. കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ നമ്മുടെ മലയാളം സീസൺ 7 പോലെ തന്നെ ഒരു കാര്യഗൗരവമില്ലാതെ മികച്ച രീതിയിലൊരു ടാസ്ക് പോലും ചെയ്യാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഉണ്ടാക്കി എല്ലാ ടാസ്കുകളും കുളമാക്കി പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു സീസൺ 9 നമ്മൾ കണ്ടുവന്നത്. അപ്പോൾ തമിഴിൻ്റെ അവസ്ഥയും ഏകദേശം ഇതൊക്കെ തന്നെ ആയിരുന്നു, മലയാളം ബിഗ് ബോസിൻ്റെ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ തമിഴ് ബിഗ് ബോസിനെ സംബന്ധിച്ചൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എത്ര ഫ്ലോപ്പിലേക്ക് സീസൺ പോയാൽ പോലും, എത്ര മോശമായിട്ട് എത്തിച്ചാൽ പോലും അവസാന സമയമാകുമ്പം അല്ലെങ്കിൽ അവസാന ആഴ്ചകളിലേക്ക് അവരെങ്ങനെയെങ്കിലുമൊക്കെ അതിനെ വേറൊരു രീതിയിൽ എത്തിക്കും. അത് വേറൊരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ആണെന്നുണ്ടെങ്കിൽ പോലും അടപടലം ഫ്ലോപ്പായിരുന്നു. അട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. തുടക്കം തന്നെ ആ ഒരു ഹാഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുതിയ ക്രിയേറ്റീവ് ടീമിനെ അടക്കം ബിഗ് ബോസിൻ്റെ ടീമിന് കൊണ്ടുവരേണ്ടി വന്നു സീസൺ പൊളിഞ്ഞതുകൊണ്ട്. എന്നിട്ടും ക്ലച്ച് പിടിക്കാതെ പോയ ആ ഒരു സീസൺ അവസാന ആഴ്ചകളിൽ, അതായത് നമ്മുടെ മണി ബോക്സുമായി ബന്ധപ്പെടുത്തി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്കുകൾ കൊണ്ടിരുന്നു. ഒരു റണ്ണിങ് റേസ് ഒക്കെ വെച്ച് പണപ്പെട്ടി എടുത്തുകൊണ്ട് വരുന്ന രീതിയിലുള്ള ടാസ്കുകളൊക്കെ കൊണ്ടുവന്ന് അവസാന ആഴ്ച നിന്ന് കത്തിച്ച് ആ ഒരു സീസണെ തന്നെ വേറെ ലെവലാക്കി പ്രേക്ഷകർ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വെറുപ്പ്, അല്ലെങ്കിൽ ആ ഒരു സീസൺ പരാജയമായിരുന്നു എന്ന് പ്രേക്ഷകർക്കൊക്കെ തോന്നിയിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി വേറൊരു ലെവലിലേക്ക് ആക്കാൻ തമിഴിന് സാധിച്ചു. അതുപോലെ തന്നെയാണ് തമിഴ് ബിഗ് ബോസ് സീസൺ 9 ഒരു അവസ്ഥയും. തുടക്കം മുതൽ അവസാന ആഴ്ചകൾ വരെയും വളരെ മോശം രീതിയിലും വളരെ മോശം റെസ്പോൺസുകളുമായി പോയി സീസൺ 7 മലയാളത്തിലെ പോലെ തന്നെ PR ടീമുകൾ നിറഞ്ഞാടിയ ഒരു സീസണായിരുന്നു സീസൺ 9. പല കണ്ടസ്റ്റൻസിനെ മോശമായി ചിത്രീകരിച്ച് പല കണ്ടസ്റ്റൻസും ഹെവി PR ഒക്കെ ആയിട്ട് വന്ന് കപ്പടിച്ചുകൊണ്ട് പോകാം. മലയാളത്തിലെ പോലെ തന്നെ PR വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ PR വർക്ക് കൊണ്ട് മാത്രം വോട്ട് മറിച്ച് ഹ്യൂജ് വോട്ട് ബാങ്കൊക്കെ വാങ്ങി ജയിക്കാമെന്ന് കരുതി പല കണ്ടസ്റ്റൻസും എത്തിയിരുന്നു. എന്നാൽ അവസാന ആഴ്ചകളിലേക്ക് വൻ ടെസ്റ്റുകൾ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിന്റെ സൈഡിൽ നിന്നും വൻ സംഭവങ്ങൾ നടത്തിയാണ് ആ ഒരു ബിഗ് ബോസിനെ വേറെ ലെവലിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ഭയങ്കര സംഭവമൊന്നും പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അവസാന സമയമായപ്പോഴത്തേനും ഈ ഒരു സീസണെ അവർ വീണ്ടും ആ ഒരു പരാജയം അല്ലെങ്കിൽ തോൽവി എന്നൊക്കെ എല്ലാവരും കരുതിയിരുന്ന ഒരു സീസണെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിലേക്ക് വിന്നർ മെറ്റീരിയൽ അല്ലെന്നുണ്ടെങ്കിൽ വിന്നറാകാൻ സാധ്യതകൾ കൽപ്പിച്ചിരുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഹെവി സപ്പോർട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല. ബട്ട് PR വർക്ക് ഹെവി ആയിരുന്നു, മറ്റ് കണ്ടസ്റ്റൻസിനെ മോശമാക്കുന്നതിനും. അതുപോലെയൊക്കെ തന്നെ സ്വന്തമായ ഹ്യൂജ് വോട്ട് ബാങ്ക് ഒക്കെ PRന്റെ സപ്പോർട്ടോടുകൂടി വാങ്ങി ഈ ഒരു സീസൺ വിജയിക്കാൻ തക്ക രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള പാർവതി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന കമറുദ്ദീൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് വളരെ മോശമായിട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ ഈ രണ്ടു പേർക്കും അവസാന നിമിഷം, അവസാന ആഴ്ചകളിൽ രണ്ടു പേർക്കും റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. ഈ ഒരു സീസണിലെ ടോപ്പ് 5 അല്ലെങ്കിൽ വിന്നേഴ്സ് ആകാൻ സാധ്യതകൾ, അല്ലെങ്കിൽ ആ ഒരു ഫൈനലിസ്റ്റ് ടഫ് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസിനെയാണ് രണ്ടുപേരെയും കിട്ടിയ അവസരത്തിൽ ബിഗ് ബോസ് അടിച്ച് പുറത്താക്കിയത്. മലയാളത്തിലും അതുപോലെയുള്ള പല അവസരങ്ങളും ഉണ്ടായിരുന്നു. പല കണ്ടസ്റ്റൻസിനും നേരെ അപവാദം അടിച്ചിറക്കുന്നതും അതുപോലെ തന്നെ കുൽസിത ആരോപണങ്ങൾ നടത്തുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. തമിഴ് ബിഗ് ബോസിനെ സംബന്ധിച്ചും തുടക്കം മുതൽ ഈ ഓയോ റൂം സെറ്റപ്പും കുൽസിത സെറ്റപ്പും പരിപാടികളും ഒക്കെ തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു. പ്രേക്ഷക സപ്പോർട്ടും ഒക്കെ അവസാന നിമിഷം ഈ പാർവതി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും കമറുദ്ദീൻ ആണെന്നുണ്ടെങ്കിലും വളരെ മോശം രീതിയിൽ പോകുന്നു, വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു. ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തി. ബിഗ് ബോസിന് പോലും അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു അവസരം കിട്ടി. പാർവതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെവി PR വെച്ചിട്ട് PR കൊണ്ട് ഈ ഒരു സീസൺ കംപ്ലീറ്റ് തൂക്കുമെന്നുള്ള അവസ്ഥ വരെ എത്തിയിരുന്നു. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും PRൽ ഹ്യൂജ് വോട്ടൊക്കെ മറിച്ച് വിന്നറാകാൻ സാധ്യതകൾ വരെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കമറുദ്ദീനും ടോപ്പ് ഫിനാലയിൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു. എന്നാൽ അവരെ രണ്ടു പേർക്കും റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കുകയും അങ്ങനെ
അങ്ങനെ ഒരു ബിഗ് ബോസ് ടെസ്റ്റ് കൊണ്ടുവരികയും അതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിലേക്ക് വിന്നറാകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്ന ഗാന വിനോദ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് 18 ലക്ഷത്തിന്റെ പണപ്പെട്ടിയും എടുത്ത് പുറത്തേക്ക് മാറുന്ന മറ്റൊരു ടെസ്റ്റും തമിഴ് ബിഗ് ബോസിന്റെ പ്രേക്ഷകർ കാണേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സീസണെ മൊത്തം ഒന്ന് ചലഞ്ചിങ് ആക്കി ടെസ്റ്റ് ഉണ്ടാക്കി മൊത്തം എന്താ പറയുന്നത് ഒന്ന് തിരിച്ചു വിട്ടിരിക്കുകയാണ്. എല്ലാ സമയത്തെയും പോലെ തന്നെ തമിഴ് ബിഗ് ബോസ് അവസാന സമയമാകുമ്പോഴത്തേനും എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് പഴയ ആ ഒരു തോൽവിയുടെ അല്ലെ ആ ഒരു സീസണിന്റെ പരാജയമൊക്കെ പ്രേക്ഷകരെ കൊണ്ട് മറപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ബിഗ് ബോസിന്റെ ടീം ഉണ്ടാക്കി കൊടുക്കും. സോ 2 റെഡ് കാർഡുകൾ, അതുപോലെ തന്നെ വിന്നർ ആകേണ്ടിയിരുന്ന ഒരാൾ 18 ലക്ഷത്തിന്റെ പണപ്പെട്ടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ നിലവിൽ 4 കണ്ടസ്റ്റന്റ് ആണ് നിലവിൽ ഫിനാലെ വേദിയിലേക്ക് നിലവിൽ നിൽക്കുന്നത്. നമ്മുടെ അരോര, അതുപോലെ തന്നെ ശബരി, വിക്രം, ദിവ്യ. ഇതിൽ ദിവ്യയ്ക്കും അതുപോലെ തന്നെ ശബരിക്കുമാണ് നല്ല രീതിയിലുള്ള ഓഡിയൻസും കാര്യങ്ങളും ഒക്കെ നിലവിൽ കാണുന്നത്. അപ്പം നല്ലൊരു ചാൻസ് ദിവ്യക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത PR സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശബരിക്കും. രണ്ടുപേരും വിജയ് TV പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ സൈഡിൽ നിന്ന് 2 പേർക്ക് സപ്പോർട്ട് ഉണ്ടാവും. ശബരിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ കാണുന്നുണ്ട്. PR-ന്റെ ഒരു സപ്പോർട്ട് ഹെവി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ശബരി വിന്നാകാനുള്ള സാധ്യതകളും ഉണ്ട്. സോ ഇവർ രണ്ടുപേരുമാണ് കോമ്പറ്റീഷനിൽ നിൽക്കുന്നത്. ഇവരൊരാൾ വിന്നാകാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതിനിടയിൽ വേറെ ടെസ്റ്റും കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല എങ്കിൽ പ്രേക്ഷകരുടെ വോട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വിക്രമും അതുപോലെയൊക്കെ തന്നെ ഇവര് അടുത്ത 4 സ്ഥാനങ്ങളിലൊക്കെ പുറത്തേക്ക് പോകാനാണ് ചാൻസ് കാണുന്നത്. എനിവേസ് നമുക്ക് തമിഴ് ബിഗ് ബോസ് എന്താണെങ്കിലും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 1 ടെസ്റ്റുകളും 1 സംഭവങ്ങളൊക്കെ നടത്തി എല്ലാ സീസണുകളും കാഴ്ചവെക്കുന്നത് പോലെ തന്നെ മികച്ച രീതിയിലേക്ക് എത്തിച്ച് മികച്ച രീതിയിൽ കൊണ്ടുവന്ന് അവസാനം അടുത്ത ദിവസം ആണ് ഫിനാലെ തമിഴ് ബിഗ് ബോസിന്റെ. ഇന്ന് സാറ്റർഡേ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ തമിഴ് ബിഗ് ബോസിന്റെ നടക്കും. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ആരാണ് വിന്നറാകാൻ പോകുന്നത്. ഒരു വൈൽഡ് കാർഡായിട്ട് വന്ന നമ്മുടെ ദിവ്യ ആയിരിക്കുമോ ഈ ഒരു സീസണും വിന്നർ. സീസൺ 7-ൽ അർച്ചന വൈൽഡ് കാർഡായിട്ട് വന്ന വിന്നറായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ ദിവ്യ വൈൽഡ് കാർഡായിട്ട് വന്ന് വിന്നറാകുമോ അതോ ശബരി കപ്പെടുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് നോക്കാം. തമിഴ് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഈ തവണ കഴിഞ്ഞ സീസണിലൊക്കെ തമിഴിന്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു. ഈ ഒരു സീസണിൽ ഇടാതെ പോയതിന്റെ കാരണം മലയാളം പോലെ തന്നെ 1 തോൽവിയായിട്ട് 1 പരാജയമായി പോയിക്കൊണ്ടിരുന്ന ഒരു സീസൺ പ്രത്യേകിച്ച് കാണാൻ തന്നെ ഒന്നുമില്ലായിരുന്നു. അത്രയ്ക്ക് മോശമായി പോയതുകൊണ്ട് തന്നെയാണ് നമ്മളും കാഴ്ച ഒഴിവാക്കി അതിന്റെ റിവ്യൂ ഒന്നും പറയാതിരുന്നത്. തുടക്കം തുടങ്ങിയപ്പോൾ ഞാൻ അതിന്റെ റിവ്യൂ കാര്യങ്ങളും ഒക്കെ തുടങ്ങി വെച്ചിരുന്നു. ബട്ട് പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മലയാളം പോലെ തന്നെ അത് 1 പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ കൊടുക്കാതിരുന്നത്. എന്നാണെങ്കിലും അവസാനിക്കാൻ പോകുന്നു. അപ്പം അതിന്റെ വിന്നിങ്ങും കാര്യങ്ങളും ഒക്കെ ആരാണെന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അത്രമാത്രമേ ഈ ഒരു തമിഴ് സീസണെ പറ്റിയും നമ്മളും പറയുന്നുള്ളൂ. എനിവേസ് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കാണുന്നവരൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. ആരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനനുസരിച്ച് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.